നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കളെ ഹഗ് ചെയ്യാറുണ്ട്? ഞാൻ ചെയ്യാറുണ്ട്. അത് മക്കള് കുട്ടികളാവുമ്പഴ് നമ്മള് എല്ലാവരും ചെയ്യാറുണ്ടല്ലോ. പക്ഷെ മക്കള് വളരുന്നതനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി അവരടുത്തുന്ന് അവര് നമ്മളെ അടുത്തുനിന്നും അങ്ങനെ ഡിസ്റ്റൻസ് ആയി വരാണ്. പക്ഷെ നമ്മള് കുട്ടികള് വളർന്നാന്ന് വിചാരിച്ച് അവരെ ഹഗ് ചെയ്യുന്നത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ്. ഞങ്ങളുടെ മക്കള് കൈതപ്പുറം സാറിന്റെ തിരുവണ്ണൂരുള്ള സ്വാതി തിരുനാൾ കലാകേന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ പേരൻസ് അവിടെ കുട്ടികൾ ക്ലാസ്സിന്റെ ടൈമിലൊക്കെ ഞങ്ങൾ അവിടെ പേരൻസ് പുറത്തിരിക്കാറുണ്ട്. ആ ഒരു സമയത്ത് സാറിനെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ദിവസം സാറാണ് അങ്ങനെ പറഞ്ഞത്, മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം, ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പുറത്തേക്ക് പ്രകടിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അന്ന് നമുക്കൊരു ഗുരുസ്ഥാനത്ത് ഒരാൾ പറഞ്ഞു തരുമ്പോഴാണല്ലോ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അന്ന് ആ ഒരു സാറ് പറഞ്ഞൊരു വാക്ക് പിന്നീട് ഞാൻ മക്കളോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ചേഞ്ചസ് ആണ്. മക്കൾക്ക് നമ്മളോട് വന്ന് എല്ലാ കാര്യങ്ങളും പറയാനും അവരിങ്ങോട്ടും വന്ന് ഹഗ് ചെയ്യാറുണ്ട്. ഇപ്പോഴും മക്കൾ വലിയ മക്കളായിട്ടും ഞാൻ അങ്ങോട്ട് ഹഗ് ചെയ്യാറുണ്ട്, അവരിങ്ങോട്ട് ഹഗ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പാരൻസും മക്കളും തമ്മിലുള്ളൊരു ബോണ്ട് കൂടുകയാണ് ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മൾ ഹഗ് ചെയ്യുന്നതുകൊണ്ടും അവർക്കൊരു മുത്തൊക്കെ കൊടുക്കുന്നതുകൊണ്ടും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മക്കൾ വലുതായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കുക. മക്കളോട് ഉള്ള സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, ഉള്ളിൽ വെച്ചിരിക്കാനുള്ളതല്ല. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.